ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. OTT റിലീസിംഗ് പൂർത്തിയായ വിവിധ സിനിമകളുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ടോവിനോ തോമസ് നായകനായി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തി വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ARM. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തി അജയന്റെ രണ്ടാം വർഷം എന്ന ഈ സിനിമയിൽ ടോവിനോ തോമസ് 3 വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. 2D 3D ഫോർമാറ്റിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ്, കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ് എന്നിങ്ങനെ ഒട്ടനവധി താരനിരയായിരുന്നു അണിനിരന്നിരുന്നത്. 30 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് നിർമ്മിച്ചത്. OTTയിലും മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്ത ഈ സിനിമയുടെ ഫൈനൽ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഈ ചിത്രം 68 കോടി 75 ലക്ഷം രൂപയാണ് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 53 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായി $3.89 മില്യൺ കളക്ട് ചെയ്തത്. അങ്ങനെ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത അജയന്റെ രണ്ടാം വർഷം എന്ന സിനിമ 106 കോടി 78 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത്. അജയന്റെ രണ്ടാം വർഷം എന്ന സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ കിഷ്കിന്ദ കാണ്ഡം എന്ന ആസിഫ് അലി ചിത്രവും വൻ വിജയമാണ് നേടിയെടുത്തത്. ബാഹുൽ രമേശ് തിരക്കഥ എഴുതി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ആണ് നിർമ്മിച്ചത്. ആസിഫ് അലിക്കൊപ്പം വിജയരാഘവൻ, അപർണ ബാലമുരളി, അശോകൻ ജഗദീഷ് എന്നിങ്ങനെ അഭിനയനിരയുള്ള ഈ സിനിമ കേവലം 6 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടത്. അതേസമയം ചിത്രത്തിന്റെ ഫൈനൽ തിയേറ്റർ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ നിന്ന് 41 കോടി 2 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടക കളക്ഷനായി 3 കോടി 75 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 1 കോടി 15 ലക്ഷവും സ്വന്തമാക്കിയ ഈ സിനിമ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലായി 1 കോടി 44 ലക്ഷം രൂപയും സ്വന്തമാക്കി. ഓവർസീസ് കളക്ഷനായി $3.5 മില്യൺ ആണ് ഈ സിനിമ സ്വന്തമാക്കിയത്. ടോട്ടൽ 77 കോടി 5 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത്. ജൂനിയർ NTR നായകനായി കൊരട്ടാല ശിവ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 27 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ദേവര പാർട്ട് 1. സൈഫ് അലി ഖാൻ, ജാൻവി കപൂർ, പ്രകാശ് രാജ്, ശ്രീകാന്ത്, ഷൈൻ ടോം ചാക്കോ എന്നിവർ അഭിനയിച്ച ഈ സിനിമ 200 കോടിയോളം ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടത്. ഈ ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് മാത്രം 217 കോടി 60 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ നിന്ന് 30 കോടി 70 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 9 കോടി 10 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 2 കോടി 15 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദി പതിപ്പിന് 65 കോടി 75 ലക്ഷം രൂപയും തെലുങ്ക് പതിപ്പിന് 5 കോടി രൂപയുമാണ് കളക്ട് ചെയ്യാനായത്. ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് 76 കോടി 35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ 406 കോടി 65 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 560 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അരുൾനിധി, പ്രിയ ഭവാനി ശങ്കർ എന്നിവർ പ്രധാന താരങ്ങളായി അജയ് ജ്ഞാനമുത്ത് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഡിമോണ്ടെ കോളനി 2. സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ആദ്യ ഭാഗം പോലെ തന്നെ രണ്ടാം ഭാഗവും വൻ വിജയമാണ് നേടിയെടുത്തിരുന്നത്. ഈ സിനിമയും OTTയിൽ മികച്ച ട്രെൻഡിംഗ് തന്നെയാണ് കാണിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 50 കോടി 15 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി 36 കോടി 75 ലക്ഷം രൂപയും ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 3 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ നിന്ന് 2 കോടി 40 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ കേരളം ഉൾപ്പെടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. GCC ഓവർസീസ് കളക്ഷനായി 6 കോടി 85 ലക്ഷവും കളക്ട് ചെയ്ത് 50 കോടി 15 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 20 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഔദ്യോഗിക കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 85 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. രജനീകാന്ത് നായകനായി TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് വേട്ടയ്യൻ. അമിതാഭ് ബച്ചൻ, മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, ഋതിക സിംഗ്, തുഷാര വിജയൻ, റാണ ദഗുപതി എന്നിങ്ങനെ അഭിനയിച്ച ഈ സിനിമ ഏകദേശം 300 കോടി ബഡ്ജറ്റിലാണ് നിർമ്മിക്കപ്പെട്ടത്. ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 96 കോടി 80 ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷനായി ചിത്രം നേടിയത്. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 20 കോടി 60 ലക്ഷം രൂപയും കർണാടക കളക്ഷനായി 19 കോടി 10 ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 16 കോടി 95 ലക്ഷം രൂപയും സ്വന്തമാക്കി. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 6 കോടി രൂപയും GCC ഓവർസീസ് കളക്ഷനായി 83 കോടി 60 ലക്ഷം രൂപയുമാണ് സിനിമ സ്വന്തമാക്കിയത്. 243 കോടി 45 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.